ഹലോ ഗൈസ്, ടിറ്റോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തി വീഡിയോ തന്നെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വണ്ടിയിൽ സെൻട്രൽ ലോക്ക് ഫിറ്റ് ചെയ്യാൻ പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുൾ കിറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസും ഇതിൻ്റെ അൺബോക്സിങ്ങും നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ സെൻട്രൽ ലോക്ക്. ക്രോസ്ലിങ്ക് വീൽസിൻ്റെ സെൻട്രൽ ലോക്കിൻ്റെ സിസ്റ്റമാണ് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധനത്തിൻ്റെ അൺബോക്സിങ് ഞാൻ കാണിച്ചു തരാം. 3 കൊല്ലം വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാറണ്ടി പേപ്പർ ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലുണ്ട്. പിന്നെ അതിൻ്റെ മൊഡ്യൂളും കാര്യങ്ങളും, മൊഡ്യൂൾ 2 കീ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വലിയ മൊഡ്യൂളാണ് കേട്ടോ. ബാക്കി കമ്പനീൻ്റെ വെച്ച് നോക്കുന്നതിനെക്കാട്ടി കുറച്ച് വലിയ മൊഡ്യൂളാണ്. പിന്നെ 4 ആക്ച്വേറ്റർ ഉണ്ട്. ഒരു മെയിൻ ആക്ച്വേറ്ററും മെയിൻ ഡോറിലേക്കുള്ള 5 വയർ ആക്ച്വേറ്ററും ബാക്കി 3 സിംഗിൾ ഡോർ ആക്ച്വേറ്റർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സൈറണാണ്. സൈറൺ നമുക്ക് നോക്കാം. ഒരു സാധാ സൈറൺ. ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ഷൻ കൊടുത്തതിന് ശേഷം നോക്കാം എന്തായിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള പെട്ടി എന്ന് പറഞ്ഞാൽ ഫുള്ള് വയറിംഗ് കിറ്റിൻ്റെ പെട്ടിയാണ്. ഇത് മൊത്തം വയറിംഗ് കിറ്റായിരിക്കും. ഇതിലൊന്നും എടുത്തതിനുള്ളിൽ തന്നെ നോക്കാം. പോല യെസ്. പിന്നുള്ളതാണ് നമ്മളെ വയറിംഗ് കിറ്റിൻ്റെ പെട്ടി. കണ്ടല്ലോ, ഇത് ഫസ്റ്റ് തന്നെ ഉള്ളത് നമ്മളെ പിന്നാണ്. നമ്മളെ ഡോർ സ്വിച്ചാണ് കൊടുത്തിട്ടില്ല. 3 എണ്ണം ഉണ്ടാവും. 1 ബോണറ്റിനും ബാക്കി 2 ബാക്ക് ഡോറിനും. മുമ്പിലെ ഡോറിന് ഓൾറെഡി കമ്പനി കൊടുക്കും. അപ്പോൾ അതങ്ങനെ. പിന്നെ ആക്ച്വേറ്ററിൻ്റെ വയറിംഗ് കിറ്റ് ഫുള്ള് 1. പിന്നെ മൊഡ്യൂളിലേക്കുള്ള വയറിംഗ് കിറ്റ്. പിന്നെ ആക്ച്വേറ്ററിൻ്റെ തന്നെ റൈറ്റ് സൈഡിലേക്ക് വയറിംഗ് കിറ്റ്. അങ്ങനെ ഫുൾ സെറ്റപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ ആക്ച്വേറ്ററും ഡോറും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള സ്ക്രൂവും കാര്യങ്ങളും അതിൻ്റെ കണക്ടറും കാര്യങ്ങളൊക്കെയാണിത്. ഇത് നമ്മളെ ഡോർ സ്വിച്ചിന് കൊടുക്കാനുള്ള എർത്തിൻ്റെ സിംഗിൾ വയറും അതിൻ്റെ 3 പിന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ആക്ച്വേറ്റർ നമ്മളെ ഡോറിൻ്റെ ലോക്കിലായിട്ട് കണക്ട് ചെയ്യാനുള്ള ക്ലാമ്പും കാര്യങ്ങളൊക്കെയാണിത് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെ പിന്നെ ആക്ച്വേറ്റർ പട്ട പിടിപ്പിക്കാനുള്ള പട്ടയും കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. 4 ആക്ച്വേറ്റർ 4 പട്ട ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇനി നമുക്കിതെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നും എവിടെ നിന്ന് തുടങ്ങാമെന്നും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ 4 ഡോർ പാഡ് അയക്കണം. ഡോർ പാഡ് അയക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 3 സ്ക്രൂ ഉണ്ടാവും. ഈ ഒരു സ്ക്രൂവും കൂടി അയച്ചു കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് എടുത്തതിന് ഡോർ പാഡ് ഫുള്ളായിട്ട് കിട്ടും. അങ്ങനെ 4 ഡോർ പാഡ് അയക്കണം. എൻ്റെ അയക്കാൻ കുറച്ച് പണിയുണ്ട്, കാരണം എൻ്റെ ജേബിൽ ഇവിടെ കിടപ്പുണ്ട്. ഇത് അയക്കണമെങ്കിൽ ഒരു അരമണിക്കൂറത്തെ പണിയുണ്ട്. ഞാനിതൊക്കെ അയച്ചു കഴിഞ്ഞിട്ട് ബാക്കി 4 ഡോർ പാഡ് അയച്ചു കഴിഞ്ഞിട്ട് ബാക്കി എന്താ ചെയ്യേണ്ടത് കാണിച്ചു തരാം. അപ്പോൾ കാശ് നമ്മളിത് ഡോർ പാഡൊക്കെ അയച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വേറ്റർ സെറ്റ് ചെയ്യാനാണ്. ഇതാണ് നമ്മളെ മെയിൻ ഡോറിൻ്റെ ആക്ച്വേറ്റർ. മെയിൻ ഡോറിന് 5 വയറുണ്ടാവും. ഈ ആക്ച്വേറ്റർ സെറ്റ് ചെയ്യാനാണ് നമ്മൾ അടുത്ത പരിപാടി. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ട മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ആക്ച്വേറ്റർ ഇതാണ് നമ്മൾ ലോക്ക് തുറക്കുന്നതും പൂട്ടുന്നതും സാധനം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പി ഇവിടെ ഉണ്ട്. കമ്പി ഞാൻ കുറച്ച് പുറത്തേക്ക് എടുത്ത് കാണിച്ചത്. ഇതാണ് ഇതിൻ്റെ കമ്പി. ഈ കമ്പി മുകളിലോട്ടും താഴോട്ടും പോകും. ഇതാണ് കമ്പി. ഓക്കെ. അത് ഓരോ വണ്ടിക്ക് ഓരോ സ്ഥലത്തായിരിക്കും. ഈ വണ്ടീൻ്റെത് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ആക്ച്വേറ്റർ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഈ കമ്പിനെ മുകളിലോട്ടേക്കും താഴോട്ടേക്കും വലിപ്പിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വേറ്റർ സെറ്റ് ചെയ്യാൻ പോകുന്ന ഏകദേശം ഈ മോഡലാണ്. ഉള്ളിലായിട്ട് സെറ്റ് ചെയ്യൽ, ഉള്ളിൽ സെറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിലൊരു ക്ലാമ്പ് ഇതിൻ്റെ കൂടെ തരും. ഇതാണ് ഇതിൻ്റെ ക്ലാമ്പ്. ഈ ക്ലാമ്പ് നമുക്ക് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇത് വളച്ച് ഒടിച്ച് ഏകദേശം ഈ പൊസിഷനിലാക്കിയെടുക്കണം. ഇങ്ങനെ ആക്കിയെടുക്കണം. ഇത് ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, ഈ ഒരു മോഡലിലാക്കിയതിന് ശേഷം ഇതിങ്ങനെ ആവും. അപ്പോൾ നമ്മളെ ഈ കമ്പിയായിട്ട് എന്നിട്ട് ജോയിൻറ്റ് ചെയ്യണം. ഈ കമ്പിയായിട്ട് ജോയിൻറ്റ് ചെയ്യാനുള്ള സാധനമാണ് ഇത്. ഇതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അയ്യോ പോയി, ഇനി ഞാൻ എടുത്തിട്ട് വരാം. നമ്മളെ ഈ ക്ലാമ്പാണ് നമ്മൾ ഈ കമ്പിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ കമ്പിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ക്ലാമ്പ് നമ്മൾ ഇതിലേക്ക് ഇപ്പുറത്തെ ഹോളിലേക്ക് കൂടി കയറ്റി ഇതിലും ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി ഉണ്ടാവുക. കണ്ടല്ലോ, ഇത് ഏകദേശം ഈ ഒരു സെറ്റപ്പിലാണ് വരുന്നത്. ഈ സെറ്റപ്പിൽ ഇങ്ങനെ വരും. നമ്മൾ കാണിച്ചു തരാം. ഇങ്ങനെ വരും. ഇങ്ങനെ വന്നതിന് ശേഷം ഇത് മറ്റേ കമ്പിയായിട്ട് ജോയിൻറ്റ് ചെയ്യണം. ഇതിനൊക്കെ സ്ക്രൂ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാക്കറ്റിൽ അതിൻ്റെ സ്ക്രൂ ഉണ്ട്. ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഈ പാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതെടുത്ത് ചെയ്താൽ മതി. ഞാൻ ഒന്നും കൂടി തന്നെ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഞാൻ എൻ്റെ ആക്ച്വേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മൾ ആക്ച്വേറ്റർ ഇവിടെ സെറ്റ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ക്ലാമ്പ് ഇങ്ങനെ കൊടുത്തു. ഞാനിങ്ങനെ കൊടുത്തു. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഇത് പൊന്തിയാലും താന്നാലും മതി. അതിൻ്റെ വർക്കിംഗ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. പിന്നെ അത് 2 സ്ക്രൂ ഇവിടെ ചെയ്തു, ഒരു സ്ക്രൂ ഇവിടെ, ഒരു സ്ക്രൂ ഇവിടെ. ആക്ച്വേറ്റർ അങ്ങനെ നേരത്തെ സെറ്റ് ചെയ്ത് ഇങ്ങനെ നീളത്തിലാണ് ആക്ച്വേറ്റർ ഉണ്ടാവുക. അപ്പോൾ ഈ ക്ലാമ്പ് ഇങ്ങനെ വന്ന് ഇതിലേക്ക് കൊടുത്ത് ഇതിൻ്റെ ബാക്കിൽ ആ കമ്പിക്ക് അങ്ങ് ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അങ്ങോട്ടും അനക്കൊക്കെ ഭയങ്കര പണിയാണ് ഫുൾ ടൈറ്റ് പിടിച്ച് ഞാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ പരിപാടി. ഇതേപോലെ അപ്പുറത്തെ സൈഡും ബാക്കിലെ ഡോറിനെ ഞാൻ കാണിച്ചു തരാം. ഇനി അപ്പുറത്തെ സൈഡ് ഞാൻ ചെയ്തിട്ട് ബാക്കി വരാം. അതാ നമ്മൾ ബാക്കിലെ ഡോറിൻ്റെ സെറ്റപ്പും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിലെ ഡോർ ഇപ്പോൾ നമ്മളിങ്ങനെ പട്ട കൊടുത്തതിന് ശേഷം ആക്ച്വേറ്ററോട് സെറ്റ് ചെയ്ത് അതുപോലെ ക്ലാമ്പ് ഇങ്ങനെ വളച്ച് ഇവിടെ വന്ന് ലോക്ക് ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഇതാ കണ്ടോളൂ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കിലെ ഡോർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വയറിങ്ങിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം.
നമ്മളെ സെൻട്രൽ ലോക്കലിൻ്റെ മെഷീനൊക്കെ മോട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഡോർ സ്വിച്ചാണ്. ഇതാണ് ഞാൻ നമ്മളെ പറഞ്ഞ ഡോർ സ്വിച്ച്. അപ്പോൾ മുമ്പിലെ 2 ഡോറിന് ഓൾറെഡി കമ്പനി കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ ഡോറിന് വേണ്ടി ഇപ്പോൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പോയാൽ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാനുള്ളത് പറഞ്ഞാൽ ഇവിടെ ഹോൾ അടിക്കുക, ഇതിനുള്ളിൽ കയറ്റി കൊടുക്കുക, സ്ക്രൂ ചെയ്ത് വെക്കുക, ബാക്കിലെ കൂടി വയർ എടുക്കുക. ബാക്കെന്ന് പറഞ്ഞാൽ ഈ ബാക്കിൽ നമ്മൾ ഈ ട്രിം ഉരിക്കാൻ അതിൽ വയർ കിട്ടും. വയർ നമുക്ക് 4 കൂടി ഒരു കണക്ഷനാണ്. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടി 2 ഹോൾ അപ്പുറം ഇപ്പുറം അടിച്ച് ഇത് ഫിറ്റ് ചെയ്യണം. ഇനി നമ്മളെ പണി എന്ന് പറഞ്ഞാൽ വയറിങ്ങിൻ്റെ പണിയാണ്. അപ്പോൾ വയറിങ്ങിൻ്റെ പണിയിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് മെയിൻ വയർ ആദ്യം അയക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ വയർ വരുന്നത്. കുറേ റബ്ബർ ബാൻഡ് എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടും, ഉപകാരപ്പെടും. ഇതാണ് മെയിൻ വയർ. ഈ വയറിലാണ് എല്ലാത്തിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ വരാം. ഇതാണ് മൊഡ്യൂളിലേക്ക് കൊടുക്കുന്ന കണക്ഷൻ. മൊഡ്യൂൾ ഞാൻ എടുത്തുതരാം. മൊഡ്യൂളും കീയും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. കുറച്ച് വലിയ മൊഡ്യൂളാണ്, ഞാൻ പറഞ്ഞില്ല, കുറച്ച് വലിയ മൊഡ്യൂളാണ് ഇതിൻ്റെ. കീ കുഴപ്പമില്ല, അത്യാവശ്യം ലുക്കുള്ള കീ തന്നെയാണ്. കുഴപ്പമില്ലാത്തൊരു ലുക്കുണ്ട്, അത്യാവശ്യം കാണാൻ കൊള്ളാം. കാണാൻ കൊള്ളാം. ലൈറ്റ് വെയിറ്റ് ആട്ടോ, വെയിറ്റ് ഒന്നുമില്ല. വെയിറ്റ് ഒന്നും സാധനമില്ല, കൊള്ളാം, അടിപൊളിക്ക് പ്രശ്നമില്ല. ഇനി ഇതിൻ്റെ കപ്ലർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ കപ്ലർ വരുന്നത്. ഇതിലേക്കാണ് ജോയിൻ്റ് അടിക്കേണ്ടി. ഞാൻ കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ കണക്ഷന്. ഇനി ഇതിൻ്റെ വയറും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഇതിൽ മെയിൻ നീളം കൂടിയ വയർ, ഇതാണ് നീളം കൂടിയ വയർ. ഈ വയർ വരുന്നത് ഇഞ്ചർ റൂമിലേക്കാണ്. ഈ വയർ ഇഞ്ചർ റൂമിലേക്ക് എത്തണം. ഇത് ഒന്ന് ഡയറക്റ്റ് ബാറ്ററി, ഈ റെഡ് ഡയറക്റ്റ് ബാറ്ററി കൊടുക്കണം. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ സൈറൻ്റെ കപ്ലറാണ്, സൈറനിലുണ്ട് അതിൻ്റെ കപ്ലറാണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇഞ്ചിൽ അവിടെ സ്വിച്ച് വരുന്നതിൻ്റെ സ്വിച്ചിൻ്റെ പിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മൂന്നാമത് മെയിൻ മുമ്പിലേക്ക് വരുന്നത്. പിന്നെ വരുന്നത് വയറാണ് ലാസ്റ്റത്തെ ഈ കപ്ലർ. ഈ കപ്ലറിൽ വരുന്നത് 2 യെല്ലോ വൈറ്റും വരുന്നത് നമ്മളെ ഇൻഡിക്കേറ്ററാണ്. യെല്ലോ വൈറ്റ് ഇൻഡിക്കേറ്റർ, ഇതാണ് യെല്ലോ വൈറ്റ് മിക്സ് ആയിരിക്കും. പിന്നെ വരുന്നത് ഇത് നമ്മളെ ഡോർ സ്വിച്ച് എന്ന് പറഞ്ഞാൽ സെൻസറിനൊക്കെയുള്ള സ്വിച്ച്. ഡോർ തുറന്നാൽ അലാറം അടിയാനുള്ള സ്വിച്ചാണിത്, നെഗറ്റീവിൽ വർക്ക് ചെയ്യുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് എടുക്കുമ്പോൾ പിപ്പി അടിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കൊടുത്താൽ വേണ്ട കൊടുക്കണ്ട. ഞാൻ കൊടുക്കൂല, എനിക്കിഷ്ടമല്ല സൗണ്ട്, അതുകൊണ്ട് ഞാനത് കൊടുക്കൂല. ഇത് 3 മാത്രമേ കണക്ഷൻ കൊടുക്കാവുള്ളൂ. പിന്നെ ഒരു 2 ലൈനും കൂടിയുണ്ട്. ഇത് ഒറ്റയ്ക്ക് വരുന്നതാണ്. അത് ഒന്ന് ബോഡി എർത്ത് ചെയ്യാൻ, ഒന്ന് ഇഗ്നീഷൻ ഓണിലേക്ക് കൊടുക്കാൻ. എന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ഡോർ ലോക്കാൻ വേണ്ടിയിട്ട് ഇഗ്നീഷൻ ഓണിൽ കൊടുക്കുന്ന ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് ഇതും കൊടുക്കണം. എന്ന് പറഞ്ഞാൽ താക്കോല് 2 കൂടം തിരിച്ച് ആക്സറീസ് 2 ഇതിൻ്റെ കണക്ഷൻ കൊടുക്കണം. ഇൻഡോറിൻ്റെ ആക്ച്വേറ്ററിൻ്റെ വയർ ഇവിടെ 5 വയറുണ്ടാവും. വയറിംഗ് കിറ്റിലും 5 വയറുണ്ടാവും. ഇതിൽ പച്ച കൊടുക്കാം, വെള്ള കൊടുക്കാം, നീല കൊടുക്കാം, ബ്രൗണും വൈറ്റും ആയിരിക്കും. ആ പ്രശ്നമല്ല, നോക്കി കൊടുത്താൽ മതി. കറുപ്പ് എർത്താണ്. അപ്പോൾ എർത്തിന് ഏത് വയർ വരുന്നത് ഇവിടെ യെല്ലോ ആണ്. അപ്പോൾ ഇതിൻ്റെ യെല്ലോൻ്റെ മറ്റേ സൈഡ് ഇങ്ങനെ ആയിരിക്കും. ഏത് വയറാണോ അതിൻ്റെ മറ്റേ സൈഡ് ഇങ്ങനെ ആയിരിക്കും. ഈ പിന്നെ എർത്ത് കൊടുക്കാനുണ്ടായതുകൊണ്ട് ഇങ്ങനെ. പിന്നെ വരുന്ന ബാക്കി 4 വയറിൻ്റെ കണക്ഷന് നമ്മളെ മൊഡ്യൂളിൽ നിന്ന് വരുന്ന വയർ എടുക്കണം. അതിൽ പച്ചയും നീലയും അങ്ങോട്ട് മാറ്റി വെക്കാം. ബാക്കി 2 വയർ ബ്രൗണും വൈറ്റും എടുക്കാം. ബ്രൗണും വൈറ്റും സെൻസറാണ്. വൈറ്റിന് തന്നെ കൊടുക്കാം. ബ്രൗണിന് തന്നെ കൊടുക്കാം. ഇത് 2 ഇവിടെ കപ്ലർ ചെയ്തതിന്. ഇതിനുള്ളതാണ് ബ്ലൂവും ഗ്രീനും അതുപോലെ തന്നെ കൊടുക്കണം. പക്ഷെ അതിന് ശേഷം ബ്ലൂവും ഗ്രീനും 4 ഡോറിലേക്ക് എടുക്കാനുണ്ടായതുകൊണ്ട് ഇവിടെ ഡബിൾ കപ്ലർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് ഒന്നിലേക്ക് ചെയ്താൽ മതി, ഒന്നിനുള്ളത് അപ്പുറം ഉണ്ടാവും. അത് നോക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടുന്ന് ഒന്നെടുത്തിട്ട് അപ്പുറത്തെ ഡോറിലേക്ക് എത്തിക്കണം, ഒന്ന് ഇവിടുന്ന് ബാക്കിലേക്ക് എത്തിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ കപ്ലർ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആക്ച്വേറ്ററിൻ്റെ കപ്ലർ. ഇതിൻ്റെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് 4 വയറുണ്ടാവും മൊത്തം. ഒരു വയർ ഇവിടുന്ന് ബാക്ക് ഡോറിലേക്ക് എടുക്കാൻ, ഒരു വയർ ഡബിൾ കപ്ലർ വരും, അത് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം, അപ്പുറത്തെ സൈറ്റിലേക്ക് എത്തിക്കാൻ. അവിടുന്ന് മെയിൻ ഡോറിലേക്ക് എത്തിക്കാൻ ഒരു വയറുണ്ടാവും. അവിടുന്ന് ഡബിൾ കപ്ലർ ഇട്ടിട്ട് ബാക്കിലെ ഡോറിലെത്തിക്കാൻ ഒരു വയറുണ്ടാവും. അങ്ങനെ മൊത്തം 4 വയറുണ്ടാവും. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡയറക്റ്റ് 5 വയർ പിന്നാണ്. അത് ഇവിടെയും കണക്ഷൻ കൊടുത്താൽ മതി. അങ്ങനെ ഇവിടെ 3 പിന്ന് കുത്താൻ കഴിയും. 1, 2, 3 3 കുത്താൻ കഴിയും. ഒന്ന് ഞാൻ ഇവിടെ ഒരു ഹോളും കൂടി ബാക്കിയുണ്ട്, അപ്പുറത്തേക്കുള്ളതാണ്. അപ്പുറം വയർ എടുത്തിട്ട് വേണം കുത്താൻ വേണ്ടിയിട്ട്. ലാസ്റ്റത്തെ പണിയാണ് ഇൻഡിക്കേറ്ററിൻ്റെ വയർ കൊടുക്കൽ. ഇൻഡിക്കേറ്ററിൻ്റെ വയർ എന്ന് പറഞ്ഞാൽ നമ്മളെ കപ്ലർ വരുന്ന ഇതാ ഏകദേശം ഈ കപ്ലർ ഉണ്ടാവും. ഈ ലൈനിൽ നമുക്കിപ്പോൾ ബാക്കിലേക്ക് പോകുന്ന ലൈനാണ്. ഈ ലൈനിൽ ഈ മഞ്ഞയും പച്ചയും റെഡും പച്ചയാണ് നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ ലൈന്. ഒന്ന് ലെഫ്റ്റ് ഒന്ന് റൈറ്റ് ആണ്. അതിലേക്കാണ് ഈ 2 കണക്ഷൻ കൊടുക്കേണ്ടത്. പിന്നെ ഒന്ന് നമ്മളെ റിവേഴ്സ് ലൈനാണ്. റിവേഴ്സ് ലൈനും അതിലുണ്ട്, അത് ഞാൻ ഇപ്പോൾ തപ്പിയിട്ട് കണ്ടുപിടിക്കാം. അതിന് ശേഷം ഒന്നുള്ളതാണ് ഈ പച്ചയും കറുപ്പും. അത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡോർ സ്വിച്ചിനാണ്. നമ്മളെ ഡോറിൻ്റെ സൈഡിൽ വരുന്ന സ്വിച്ചില്ലേ, അതിൽ നിന്ന് 4 കൂടി ഒരു കണക്ഷൻ കൊണ്ടുപോയിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഒരു കണക്ഷൻ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് വന്ന വയർ ഇതാണ് ഇഞ്ചർ റൂമിലേക്ക് വരുന്ന വയർ. ഇതിൽ 3 വയർ ഞാൻ പറഞ്ഞു. ഒന്ന് റെഡ് ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് ജോയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെയുള്ള പർപ്പിൾ നമ്മളെ ഇഞ്ചർ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്വിച്ച്, നമ്മളെ ഡോർ സ്വിച്ചിന് പോലത്തെ സ്വിച്ച് ഇവിടെയും കൊടുക്കണം ഒന്ന്. അപ്പോൾ അതൊന്ന് കണക്ഷൻ കൊടുത്ത്. പിന്നെയുള്ള ബ്രൗൺ നമ്മളെ സൈറാണ്. ഞാൻ ഫിക്സ് ആക്കിയില്ല, ഫിക്സ് ആക്കണം അത്ര. അതിൻ്റെ ഒരു എർത്തുണ്ട്, എർത്ത് ഇവിടെ കൊടുത്താൽ മതി, വേറൊന്നും ചെയ്യേണ്ട. ഇനി നമുക്ക് ഉള്ളിൽ അതിൻ്റെ എർത്തും നെഗറ്റീവും കൊടുക്കാനുണ്ട്, അതും കൂടി കൊടുത്ത് നമുക്ക് സെൻട്രൽ ലോക്ക് വർക്കൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു എർത്ത് കൊടുക്കൽ. ഞാനിപ്പോൾ എർത്ത് ഇവിടെ തൽക്കാലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ വയറിങ്ങൊക്കെ ഫുള്ള് ഇവിടെ ഉള്ളത്. ഇഗ്നീഷൻ്റെ കീ ഇവിടെയാണ് കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മളെ കീ സെക്കൻഡ് ഓണിൽ
ആക്സറീസ് ടൂല് അതിൻ്റെ വയറിങ്ങിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ബാക്കി ഇവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കി നോക്കാം. അതാ അടച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇതാ ഇത് കാണിച്ചെടുത്തോ. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ആക്കിയാൽ തന്നെ 4 ഡോർ ഓഫ് ആവും, ഇങ്ങനെ ആക്കിയാൽ 4 ഡോർ ഓൺ ആവും. അതാണ് ഇതിൻ്റെ മെയിൻ. മാനുവൽ സെൻട്രൽ ലോക്കറിൻ്റെ സെറ്റപ്പ് ഇതിൽ തന്നെ ഉണ്ട്. അതാണ് ഇതിൻ്റെ സെറ്റപ്പ്. പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ അടിച്ച് കാണിക്കുന്നില്ല, വെറുതെ എനിക്ക് ഒരു ചീത്തവിളി കേൾക്കും ഞാൻ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കാഴ്ച നമ്മൾ വർക്ക് മൊത്തം തീർന്നിട്ടുണ്ട്. ഇതാ ഇഞ്ചർ റൂമൊക്കെ ഇവിടെ പോസിറ്റീവ് കൊടുത്തു, ഇതിൻ്റെ സ്വിച്ചിൻ്റെ വയർ ഇവിടെ കണക്ഷൻ കൊടുത്തു, ഇതേപോലെ ഹോൺ ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇവിടെ ഇതിനുള്ളിൽ ചെറുതും കാര്യങ്ങളൊന്നുമില്ല. ഹോണിൻ്റെ വയറിങ് അല്ല എർത്ത് ഇവിടെ തന്നെയാണ് ഞാൻ കൊടുത്തത്, അവിടെ കൊടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഒരു ട്രയൽ കാണിച്ചു തരാം. നമ്മൾ റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് അൺലോക്കിംഗ്. ബോണറ്റ് പൂട്ടണം, ഇല്ലെങ്കിൽ അലാറം അടിയും. കാരണം ബോണറ്റിൻ്റെ അവിടെ സ്വിച്ച് ഉണ്ടായതുകൊണ്ട് ബോണറ്റ് പൂട്ടിയില്ലെങ്കിൽ അലാറം അടിയും. അടച്ചിട്ടുണ്ട് ഗൈസ്, തുറന്നു. ഇതിൻ്റെ ഒരു സെറ്റപ്പും കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ വണ്ടി ഓഫ് ആക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് താക്കോല് പൊന്തും. എന്നാലിപ്പോൾ നമ്മൾ ഓണാക്കി വെച്ച് അടച്ച് പൂട്ടി കഴിഞ്ഞിട്ട് ഓഫാക്കിയാണെങ്കിൽ ഓട്ടോമാറ്റിക് പൊന്തും. എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ ഓട്ടോമാറ്റിക് ഡോർ തുറക്കും, റിമോട്ട് വെക്കി തുറക്കണ്ട. അതുപോലെ തന്നെ ഇതിൽ ക്ലോസ് ചെയ്താൽ 4 ഡോറും ക്ലോസ് ആവും. ഇതിൽ ഓപ്പൺ ചെയ്താൽ 4 ഡോറും ഓപ്പൺ ആവും. ഇതിൽ ക്ലോസ് ചെയ്താൽ 4 ഡോറും ക്ലോസ് ആവും. അപ്പോൾ കാര്യം നമ്മളെ വർക്കൊക്കെ തീർന്നിട്ടുണ്ട്. എല്ലാ വർക്കും തീർന്ന് സാധനം അടിപൊളി തന്നെ. 2 റിമോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട്. സൗണ്ട് ഇല്ലാണ്ട് അലാറം അടിയാം, സൗണ്ട് ഉണ്ടാക്കിയിട്ട് അലാറം അടിയാം. കീയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാണാൻ രസമുള്ള കീയാണ്. വെയ്റ്റ്ലെസ് ആണ് കേട്ടോ, വെയിറ്റ് തീരെയില്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 3400 രൂപയാണ് ക്രോസ്ലിങ്കിൻ്റെ സെൻട്രൽ ലോക്കിൻ്റെ വെയിറ്റ് വരുന്നത്. MRP 5800 ആണ്. ഒരു 3400 3500 റേഞ്ചിലൊക്കെ കിട്ടും. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് സാധനം അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ.